ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രമേഖല പണ്ടുകാലത്ത് കൃഷിയും വനപ്രദേശവും കലർന്ന പ്രദേശമായിരുന്നു. കാസർഗോഡ് ഭാഗത്ത് കന്നഡ തുളു സ്വാധീനം ശക്തമായതിനാൽ സുബ്രഹ്മണ്യാരാധന ഇവിടെ പണ്ടുമുതലേ പ്രചരിച്ചിരുന്നു. ദക്ഷിണ കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിൽ കുക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ നാഗാരാധന നിലനിന്നു വന്നതാണ്. അതേ സംസ്കാരധാരയിൽ നിന്നുള്ള ഒരു ഗ്രാമക്ഷേത്രം എന്ന നിലയിൽ മുളിയാറിലെ ദേവസ്ഥാനം രൂപപ്പെട്ടിരിക്കാമെന്ന് ചരിത്രപരമായി പറയപ്പെടുന്നു. പണ്ടുകാലത്ത് പല ദേവസ്ഥലങ്ങളും ആദ്യം സർപ്പക്കാവ് രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. കൃഷിഭൂമികൾ വികസിക്കുമ്പോൾ നാട്ടുകാർ സംരക്ഷിച്ചിരുന്ന ഒരു വിശുദ്ധ വൃക്ഷമേഖലയിൽ നാഗപ്രതിഷ്ഠകൾ സ്ഥാപിച്ചു. പിന്നീട് സുബ്രഹ്മണ്യൻ സർപ്പാധിപതിയായി കരുതപ്പെടുന്നതിനാൽ നാഗാരാധനയും സുബ്രഹ്മണ്യ ഭക്തിയും ഒരുമിച്ച് ചേർന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ആദ്യം കാവ്, പിന്നീട് ചെറിയ മണ്ഡപം, തുടർന്ന് സ്ഥിരക്ഷേത്രം എന്ന രീതിയാണ് പല ക്ഷേത്രങ്ങളുടെ ഉത്ഭവത്തിന് കാരണം. ഗ്രാമക്ഷേത്രങ്ങൾ സാധാരണയായി കർഷക സമൂഹത്തിന്റെ കകൂട്ടായ്മയിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. വാർഷികോത്സവം വഴി ഗ്രാമ ഐക്യം ഉറപ്പാക്കാനാണ് ഇത്തരം നാട്ടുക്ഷേത്രങ്ങൾ പണ്ടുകാലത്ത് രൂപം കൊണ്ടത്. ദേവവിശ്വാസികൾക്ക് ഇവിടെ സന്താനപ്രാപ്തി, കുടുംബക്ഷേമം പോലുള്ള മാനസിക ആത്മീയ ആശ്വാസങ്ങൾ ലഭിക്കുന്നു. കാസർഗോഡിന്റെ നാട്ടുപ്രദേശങ്ങളിൽ ഇത്തരം അറിയപ്പെടാത്ത മനോഹരമായ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നു. ഇത്തരം ക്ഷേത്രങ്ങളെക്കുറിച്ച് വലിയ ശിലാലിഖിതങ്ങളോ പുരാതന രേഖകളോ പൊതുവായി ലഭ്യമല്ല. മുളിയാർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ദക്ഷിണ കർണാടക കേരള അതിർത്തിയിലെ നാഗാരാധനയും സുബ്രഹ്മണ്യ ഭക്തിയും ചേർന്ന സംസ്കാരധാരയിൽ നിന്ന് വളർന്ന ഒരു ഗ്രാമദേവസ്ഥാനം എന്നതാണ് ഏറ്റവും യുക്തിസഹമായ വിശദീകരണം. ഇത് വിശ്വാസത്തിന്റെ തുടർച്ചയായി രൂപപ്പെട്ട ആത്മീയ കേന്ദ്രം. ഇന്നും ഇവിടെ കൃഷിഭൂമിയും ഭക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നു.